നമസ്കാരം ചേട്ടാ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് പറയാൻ പോണ കഥയുണ്ടല്ലോ, എഡ്ഡി ടിപ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിരാക്ഷസിൻ്റെ കഥയാണ്. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് നമ്മളൊരു കാരണവശാലും നമ്മൾ കോടീശ്വരനാവില്ല. നമ്മൾ കോടീശ്വരനാവണമെങ്കിൽ എന്ത് വേണം? കുറച്ച് ബുദ്ധിയും വേണം. നമ്മൾ ബിസിനസ് തുടങ്ങണം. പക്ഷേ ഈ ബിസിനസ് തുടങ്ങാതെ തന്നെ ഒരൊറ്റ കമ്പ്യൂട്ടർ വെച്ചിട്ട് കോടിക്കണക്കിന് ഡോളേഴ്സ് സിമ്പിളായിട്ട് അടിച്ചെടുത്ത ഒരു അമേരിക്കയിലത്തെ ഒരു ബുദ്ധിരാക്ഷസൻ, അതും അമേരിക്കയിലത്തെ ലോട്ടറി സിസ്റ്റത്തിനെ മൊത്തത്തിൽ എന്താ പറയുക കുഴിയിലിറക്കി വരുത്താൻ, അവൻ്റെ കഥ നമ്മളിന്ന് പറയാൻ പോണത്. ഈ കഥ തുടങ്ങണത് 2010 ഡിസംബറിലാണ്. 2010 ഡിസംബറിൽ തണുപ്പുള്ള സമയത്ത് നമ്മുടെ US അയോവ എന്ന് പറയുന്ന ആ ഒരു പ്രൊവിൻസിൽ ഒരു ന്യൂസ് വരികയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ജാക്ക്പോട്ട്, ആ സാധനം $16.5 മില്യൺ, അതായത് ഏകദേശം ഇന്ത്യൻ രൂപ 120 കോടി വരും സിമ്പിളായിട്ട്. അങ്ങനെ ഒരു എമൗണ്ട് അയോവയിൽ അടിച്ചിരിക്കുക എന്ന് പറയാണ്. അയോവക്കാർ ഭയങ്കര സന്തോഷമായി. കാരണം ഒന്നുമില്ല, നമ്മുടെ നാട്ടുകാരൻ്റെ ഒരു സാധനം അടിച്ചല്ലോ. ആ ഒരു സന്തോഷത്തിൽ അവരങ്ങനെ ഇരുന്നു. ആരാണ് ആ വിജയി എന്ന് കാത്തിരുന്നു അവർ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി. ആളെ കാണാനില്ല. അപ്പോൾ ഈ അമേരിക്കയിലത്തെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ, ലോട്ടറി അടിച്ചിട്ട് 365 ദിവസം, ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോട്ടറി നൈസായിട്ട് ആർക്ക് പോവും? ഗവൺമെൻറ്റിലേക്ക് പോവും. അങ്ങനെ ഗവൺമെൻറ്റിന് ചെറുതായിട്ട് പ്രതീക്ഷ വന്നു. എങ്ങനെ 16.5 മില്യൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാൻ പോകണം സിമ്പിളായിട്ട്. ഗവൺമെൻറ് അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ സന്തോഷിക്കേണ്ടടാന്നും പറഞ്ഞിട്ട് 1.5 മാസം മുമ്പ്, ഒരു വർഷം തികയാനായിട്ട് 1.5 മാസം മുമ്പുള്ളപ്പോൾ ഒരു കോള് വരുന്നു. അതെവിടെ നിന്നാണ് വരണത്? നമ്മുടെ കാനഡയിൽ നിന്ന് ഒരു ഫിലിപ്പ് ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ ഈ ലോട്ടറി ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യല്ലോ, ആർക്കും അതിനെ എടുക്കുക. ഈ സാധനം അമേരിക്കത്തെ ലോട്ടറി അമേരിക്കയ്ക്ക് മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമില്ല. അങ്ങനെ ഈ ലോട്ടറി എടുത്ത ആൾ അങ്ങനെ വിളിച്ചു. അങ്ങനെ നമ്മുടെ ഫിലിപ്പ് ജോൺസൺ വിളിച്ചു, ഞാനാണ് ഇതിൻ്റെ ആൾ എന്ന് പറഞ്ഞു. എല്ലാവരും വിചാരിച്ചോ അങ്ങനെ വിജയിനെ കണ്ടെത്തി എന്ന് പറയാം. ആ സമയത്താണ് ഫിലിപ്പ് ജോൺസൺ മറ്റൊരു ഞെട്ടിക്കുന്ന വർത്തമാനം പറയണത്. ലോട്ടറി സത്യം പറഞ്ഞാൽ എൻ്റെ അല്ല, എനിക്കറിയാവുന്ന ഒരാളുടെയാണ്. പക്ഷേ അയാൾ പേര് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇവിടെ ഈ ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നൈസായിട്ട് ചിലപ്പോൾ ആളെ തട്ടിക്കൊണ്ടുപോലും വെട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വേണ്ട, ഈ കച്ചറൊന്നും ഉണ്ടാക്കണ്ട, പേരൊന്നും പറയാൻ പറ്റില്ല ചേട്ടാ, ആ ലോട്ടറി അങ്ങോട്ട് തരാം, കാശ് തരാൻ പറ്റുമോ എന്നൊരു ചോദ്യം. അപ്പോൾ അമേരിക്കൻ സർക്കാർ പറഞ്ഞു, ഞങ്ങളുടെ നിയമം അനുസരിച്ചിട്ട് ഇത് പരസ്യപ്പെടുത്തണം, അതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ ഡയലോഗ് അടിച്ചു നോക്കി, നടന്നില്ല. അയാൾ നൈസായിട്ട് ഒഴിവാക്കി സംഭവം. അമേരിക്കൻ ഗവൺമെൻറ് വീണ്ടും വിചാരിച്ചു, ഈ കാനഡക്കാരൻ പോയി കിട്ടിയില്ലോ, സന്തോഷമായല്ലോ എന്ന് വെച്ച്. അങ്ങനെ കറക്റ്റ് സമയം തികയാൻ നിൽക്കുകയല്ലേ, 2 മണിക്കൂർ മുമ്പ് അടുത്ത ടീം വരണു. ഒരു ലോ ഫേമിൽ നിന്ന് വക്കീലന്മാർ മറ്റേ കറുപ്പ കോട്ടയ്ക്ക് എടുത്ത് ചച്ചേന്ന് പറഞ്ഞിട്ട് തുള്ളി വന്നു. ടിക്കറ്റ് പിടിച്ചോ, പൈസ തന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് പിടിച്ചപ്പോൾ പറഞ്ഞു, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. ഹെക്സോം എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ പേരിലാണ് ഇതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് സംഭവം കൊടുക്കാൻ നോക്കിയപ്പോൾ ലെറ്റർ പേഡിൽ അടിച്ചിരിക്കുന്ന സ്പെല്ലിങ് തെറ്റ്. അപ്പോൾ ആ കറക്റ്റ് സ്പെല്ലിങ് പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ അലമ്പാവുമെന്ന് കണ്ടു. അങ്ങനെ ലോ ഫേമിൽ വക്കീലുമാർ പിൻവാങ്ങി. അടുത്ത ഒരാൾ പേരാണ് ക്രോഫോർഡ് ഷാ എന്ന് പറയുന്ന ഒരാൾ നേരിട്ട് വന്നു സംഭവം. എന്നിട്ട് ആൾ പറഞ്ഞു, പേര് വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ലോട്ടറി അധികൃതർ പറഞ്ഞു, മക്കളെ തരാൻ പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വെറുതെ അല്ല പറയണത്, കേസിന് പോവും, കോടതി പോവും, ഞാൻ കോടതി ഏറ്റിക്കും, മര്യാദയ്ക്ക് സാധനം ഇട്ട് തന്നോന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ എവിടെ കേട്ടുന്നു കൊണ്ട് കാര്യമില്ല മോനെ, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുറേ കടിപിടി കൂടി പറ്റില്ല പറഞ്ഞപ്പോൾ അവസാനം ഈ സംഭവം ആളും പിൻവാങ്ങി. ഈ എമൗണ്ട് നമ്മുടെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് വന്നു ചേർന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് അസിസ്റ്റൻ്റ് അറ്റോർണി ജനറൽ റോബ് സാൻഡിൻ്റെ കയ്യിലിട്ടാണ്. റോബ് സാൻഡാണെങ്കിൽ ആൾ ബഹുമിടുക്കനാണ്, നല്ല മിടുക്കനാണ്. ഇതിൻ്റെ പുറകിലുള്ള കുറച്ച് മിസ്റ്ററീസ് ഉണ്ടല്ലോ, ലൈക്ക് എന്താ പറയുക, കാനഡയിൽ നിന്ന് വിളി വന്നു, അവിടെ നിന്ന് വിളി വന്നു, ഇവിടുന്ന് വിളി വന്നു, എന്താണ് സംഭവം എന്ന് അറിയണം. പുള്ളി ഒന്ന് മെനക്കെടാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ കാനഡയിൽ നിന്ന് ഫസ്റ്റ് വിളിച്ച് നമ്മുടെ ജോൺസൺ എന്ന് പറയുന്ന ആ വക്കീലിനെ നമ്മുടെ റോബിൻ സാൻഡ് വിളിച്ചു ചോദിച്ചു, ചേട്ടാ ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ടെക്സാസിലത്തെ ഒരു ലോയറാണ് എനിക്ക് ടിക്കറ്റ് തന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ലോയറെ കോൺടാക്ട് ചെയ്തു. ലോയർ പറഞ്ഞു, എനിക്കതൊരു ബിസിനസ്സുകാരൻ്റെ നിന്നാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ഈ റോബിൻ സാൻഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ CCTVക്കകത്ത് ദൃശ്യങ്ങൾ കാണണ്ടാവില്ലേ. ഉടനടി എന്ത് ചെയ്തു, ഇദ്ദേഹം ആ ടിക്കറ്റ് വിറ്റ കടയിലത്തെ CCTV ഫുട്ടേജ് എടുത്തു. അപ്പോൾ ഒരാവശ്യമില്ലാതെ നല്ല സമ്മറിൽ നല്ല ചൂടുള്ള സമയത്ത് ഒരു തൊപ്പി വെച്ച് അതിൻ്റെ മുകളിലൊരു ഹുഡി ഇട്ടിട്ട് മുഖം മറയ്ക്കുന്ന രീതിയിൽ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ട് പോയിരിക്കണത്. അപ്പോൾ ഈ സ്വാഭാവികം ചില ആൾക്കാരൊരു സ്റ്റൈലാണത്, എത്ര ചൂടാണെങ്കിലും ഇട്ടിട്ട് പോകും. പക്ഷേ പുറത്തത്തെ TVക്കകത്ത് പറ്റിയ എന്താണെന്ന് വെച്ചെങ്കിൽ അവിടെ വന്നിട്ട് ഹുഡിയെല്ലാം ഊരി തൊപ്പിക്ക് ഊരിട്ട് അയ്യോ വേർത്തിട്ട് പാടില്ലേ എന്ന് പറഞ്ഞിട്ട് അണ്ണൻ നൈസിൽ വണ്ടി കയറിപ്പോയി. ഈ ഒരു ഫോട്ടോ പോലീസിന് കിട്ടുകയാണ്. അങ്ങനെ പോലീസ് ഈ ഫോട്ടോ മൊത്തത്തിൽ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തു. ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നതെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു ലീഡ് വേണമെന്നും പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞു. ഫോട്ടോ പബ്ലിഷ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചരപരാന്നും പറഞ്ഞിട്ട് പോലീസിന് നമ്മുടെ റോബിൻ സാൻഡിന് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പലരും ആവർത്തിച്ച് പറയുന്നൊരു പേരാണ് എഡ്ഡി ടിപ്റ്റൺ. ഈ എഡ്ഡി ടിപ്റ്റൺ എന്നുള്ള പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറേ ആൾക്കാർ വിളിച്ചതിൽ എന്താ പറയുക, മെജോറിറ്റി ആൾക്കാർ പറഞ്ഞത് അത് എഡ്ഡിയാണ്, അത് ടിപ്റ്റൺ ആണ് എന്ന് പറയണേ. ആരാണ് ഈ എഡ്ഡി ടിപ്റ്റൺ? അതാണ് നമ്മൾ ഞെട്ടിക്കുന്ന കാര്യം. എഡ്ഡി ടിപ്റ്റൺ എന്ന് പറയുന്നത് മറ്റാരുമല്ല, മൾട്ടി സ്റ്റേറ്റ് ലോട്ടറി ഇൻഫർമേഷൻ വിഭാഗം, അതായത് പക്ക സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ വൺ ഓഫ് ദ ഹെഡാണ് ഈ പറഞ്ഞ നമ്മുടെ എഡ്ഡി മോൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയും അങ്ങനെ എന്താ പറയുക കോടിക്കണക്കിന് രൂപ ഇതൊക്കെ ആർക്കും കൊടുക്കണം തീരുമാനിക്കുന്ന ആ നമ്പർ, ആ ലോട്ടറിയുടെ നമ്പർ വരുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ടീമിലത്തെ പ്രധാനി. ഇപ്പോൾ മനസ്സിലായി ആരാളെന്നുള്ളത്. നിയമപ്രകാരം ഇയാൾക്കോ ഇയാളുടെ കുടുംബത്തിനോ ഒന്നും ലോട്ടറി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാളെ പറ്റിയിട്ട് നമ്മുടെ റോബിൻ സാൻഡ് ഇങ്ങനെ അന്വേഷണം വിട്ടു. നോക്കിയപ്പോൾ വെറും $90,000 വാർഷിക വരുമാനമുള്ള ഈ മനുഷ്യൻ താമസിക്കുന്നത് ഒരു 10-200 ഏക്കറുള്ള ഭൂമിയുള്ള ഒരു 40,000 സ്ക്വയർ ഫീറ്റുള്ള കുഞ്ഞൊരു വീട്ടിൽ. 90,000 മാത്രം ശമ്പളമുള്ള ഒരാൾക്ക് ഇതെങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അന്വേഷണമായിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നാലെ വിട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ പോലീസുകാരൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് ഒരു ബിസിനസ്സുകാരൻ തന്നാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ഈ ലോട്ടറി എടുക്കുന്നതിന് മുമ്പും ലോട്ടറി എടുത്തതിന് ശേഷവും ഈ ബിസിനസ്സുകാരനും നമ്മുടെ എഡ്ഡിയും നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് പോലീസിന് കിട്ടി. അപ്പോഴാണ് പോലീസിന് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി അറിയണത്. എഡ്ഡി ഈ ലോട്ടറി എടുക്കുന്ന ആ തിരഞ്ഞെടുപ്പ് ആ സോഫ്റ്റ്വെയറിൽ കുറച്ച് ഉടായ്പ് കാണിച്ച് സംഭവമാണ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. 2010 നവംബർ 20 ഈ സെർവറിൻ്റെ റൂമിലേക്ക് കയറിയ എഡ്ഡി, ഒരു ചെറിയ അപ്ഡേഷന് വേണ്ടിയിട്ട് കയറിയ എഡ്ഡി സ്വയം നശിക്കുന്ന ഒരു മാൽ ഫങ്ഷൻ, അതായത് ഒരു വൈറസ് നൈസായിട്ട് ഒരു USB വഴി ഈ കമ്പ്യൂട്ടറിൽ കയറ്റുകയും അതോടൊപ്പം തന്നെ ഈ സെർവർ റൂമിനകത്ത് CCTV ഇരിപ്പുണ്ടല്ലോ, ആ CCTV ക്യാമറകളേക്കും 1 മിനിറ്റിൽ 1 സെക്കൻഡ് മാത്രം റെക്കോർഡ് ചെയ്യണ പോലെ കമാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പുള്ളി കാണിച്ചതെന്നുള്ളതും പോലീസ് കണ്ടെത്തി. നമ്മുടെ എഡ്ഡി എഴുതിയിരിക്കുന്ന പ്രത്യേക കോഡ് പ്രകാരം മെയ് 23, ഡിസംബർ 27, പിന്നെ 29 ഇങ്ങനത്തെ സ്പെഷ്യൽ ദിവസങ്ങളുണ്ടാവുള്ളത്. ആ ദിവസങ്ങളിൽ വരുന്ന റിസൾട്ട് എന്താണെന്ന് മുൻകൂട്ടി എഡ്ഡിക്ക് അറിയാം. അതനുസരിച്ചാണ് പുള്ളിയുടെ കളി. അപ്പോൾ എല്ലായ്പ്പോഴും ഇല്ല, കറക്റ്റ് ആ ഒരു ഡേറ്റ് അണ്ണൻ നോക്കി വയ്ക്കും. ആ ഡേറ്റിൽ ജാക്ക് പോട്ട് വരികയാണെങ്കിൽ പുള്ളി വെട്ടും. ആ സെറ്റപ്പാ. എല്ലാ ജാക്ക് പോട്ടും പിടിക്കില്ല. ഇതിനകത്ത് താൻ പാതി ദൈവം പാതി എന്ന് പുള്ളി കളിച്ചിട്ടുണ്ട്, മനസ്സിലാവണ്ട. അതായത് ആ ഒരു ഡേറ്റിൽ ആ ഒരു സാധനം വരണം, ജാക്ക് പോട്ട് പുള്ളി ഉദ്ദേശിക്കുന്ന ആ ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ അടിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന ഡേറ്റാണ് മക്കളെ പടച്ചോ എന്നും പറഞ്ഞിട്ട് പുള്ളി നൈസായിട്ട് ഇതേമാതിരി വേറെ ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ലോട്ടറി ഇടിപ്പിച്ച് അതിൻ്റെ 50-50 വാട്ടവർ ആ ഷെയർ മേടിച്ചിട്ട് സുഖമായിട്ട് ആൾക്കാരെ പറ്റിച്ച് നടക്കായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം 2010 തുടങ്ങിയ കഥയിൽ 2015 നമ്മുടെ എഡ്ഡീനെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ വിചാരണ തുടങ്ങി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് സ്വയം നശിക്കുന്ന മാൽ ഫങ്ഷൻ, അതായത് സ്വയം നശിക്കുന്ന വൈറസ്, അതിൻ്റെ പേരിൽ വൈറസിനെ കണ്ടെത്താനായില്ല. അങ്ങനെ പോലീസ് ഇരുട്ടി തപ്പി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2007 പണ്ട് നമ്മുടെ നമ്മുടെ ബിസിനസ്സുകാരൻ ലോട്ടറി അടിച്ചൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് അതിൻ്റെ പേരിൽ ഉപേക്ഷിച്ച സാധനമായിരുന്നു. അത് പോലീസ് എവിടെ നിന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ എഡ്ഡിമോൻ്റെ കോഡ് അതിനകത്തുണ്ട്. ആ സാധനം മായ്ക്കാൻ പറ്റിയിട്ടില്ല എഡ്ഡിക്ക്. അതിൻ്റെ പേരിൽ സാധനം
സാധനം പൊക്കി ഈ മുതലിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഈ പരിപാടി തുടങ്ങിയിട്ട് കൊല്ലം കുറച്ചായിട്ടുണ്ട്. അതായത് 2005 സ്വന്തം സഹോദരന് വേറെ ബന്ധുക്കളുടെ വഴിക്കൊക്കെ ആയിട്ട് ലോട്ടറി ഒരെണ്ണം പുള്ളി പടച്ചു. അതിനുശേഷം 2007 ഒരെണ്ണം, പിന്നെ 10 ഒരെണ്ണം, 11 ഉൾപ്പെടെ ഒരെണ്ണം പടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേ 11 ഒരെണ്ണം പുള്ളി ചാമ്പി. അതിനുശേഷമാണ് അപ്പോൾ ഒരു 4 പ്രാവശ്യമായിട്ട് നല്ല മൾട്ടി മില്യണറായി ഇദ്ദേഹം മാറൽ കഴിഞ്ഞു. കാരണം ഈ കിട്ടുന്ന എമൗണ്ട് പങ്കിട്ടെടുക്കല്ലേ വേണ്ടോ, വെല്ലോൻ്റെ കാശല്ലേ, എന്ത് സുഖ. 2015 നമ്മുടെ എഡ്ഡീനെ അങ്ങനെ പിടിച്ച് ജയിലിലിട്ട് ഒരു 25 കൊല്ലത്തേക്ക് നല്ല ജയിൽ ശിക്ഷയും കൊടുത്തു. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് ഡോളറിൻ്റെ എമൗണ്ട് തിരിച്ചടയ്ക്കാനും പറഞ്ഞു. ഇയാളെ സ്വത്തുകളേക്കും കണ്ടുകെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെ കൊണ്ടുപോയി. പക്ഷേ ഈ കഥയുടെ അവസാനം അത്ര സുഖകരമല്ല. എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ കുറേ കാലം കഴിഞ്ഞു ഇദ്ദേഹം പരോളിലിറങ്ങി, തിരിച്ചു പോയില്ല എന്ന് മാത്രമല്ല ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടി അടയ്ക്കേണ്ട പൈസ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പകുതിയോളം അടച്ചിട്ടുള്ളൂ, ബാക്കിയിട്ട് അടച്ചിട്ടുമില്ല. കാരണം ഇയാളൊന്നുമില്ല, നിയമങ്ങൾ അങ്ങനെയാണല്ലോ, പാപ്പരേശയാക്കാൻ പിടിക്കാനില്ല, എന്തോരം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേരിൽ നൈസായിട്ട് അത് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എഡ്ഡി ഇപ്പോൾ നമ്മുടെ ടെക്സാസിൽ സാധാരണക്കാരൻ്റെ പോലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് അമേരിക്കയിലായിക്കോട്ടെ ബാക്കിയുള്ളിടത്തേക്ക് ലോട്ടറിയുടെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ സ്ട്രോങ് ആക്കി അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇത്രയും ആൾക്കാരുടെ കോടിക്കണക്കിനുള്ള കാര്യങ്ങൾ, എമൗണ്ടുകളും കാര്യങ്ങളും ഒരാൾക്ക് ഒരു സിമ്പിളായിട്ടൊരു കോഡ് എഴുതിക്കൊണ്ട് അവിടെ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലുള്ള വിശ്വാസ്യത വാട്ടവർ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓരോരുത്തർ തിരിച്ചറിയണം. കാരണം ഇപ്പോൾ എയുടെ കാലമാണ് ലോട്ടറി. പണ്ടൊക്കെ ഇങ്ങനെ കൈ കറക്കിയും പിടിച്ചെടുക്കണൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് സിസ്റ്റമാറ്റിക്കായി വന്നപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നു. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള നല്ല തട്ടിപ്പുകളും ഗ്രാൻഡായിട്ട് വന്നു. ഇത് 2010 തുടങ്ങിയ തട്ടിപ്പാണെങ്കിൽ 2005 തുടങ്ങിയിട്ട് 2015 ഇത് പിടിക്കപ്പെടുന്നത്. 10 വർഷം നൈസായിട്ട് സാധനം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇനി ഇതറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അടുത്ത തട്ടിപ്പിന് ഇറങ്ങുമ്പോൾ ഇതിനോട്ടും വലിയ ഗ്രാൻഡ് കളിക്കുക. അപ്പോൾ ഇതിനെത്തിക്കുള്ള വിശ്വാസ്യത എന്തോരം ഉണ്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് ഈ പണിക്കിറങ്ങുക. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളിന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ലോട്ടറി എടുത്ത് ഭാഗ്യദേവത കനിയും എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ വല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതൊക്കെയും ആൾക്കാർക്ക് തന്നെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാം പറഞ്ഞമാര് ശരി.